കേന്ദ്ര കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അവലോകനവും അതോടൊപ്പം രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ അവലോകനവും നടത്തുകയുണ്ടായി. ദേശീയ തലത്തിൽ വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും, ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ജനാധിപത്യം വിജയിച്ചതിൻ്റെ ഒരു സന്തോഷമാണ് ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. അവിടെ തീർച്ചയായിട്ടും ശക്തമായൊരു പ്രതിപക്ഷം രൂപപ്പെട്ടതിൻ്റെ സൂചനകൾ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മുതൽ നമ്മൾ ദർശിക്കുകയാണ്. കൂടുതലായി അതിനെക്കുറിച്ച് ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ BJPക്ക് ഒരു സീറ്റ് നേടാനായി എന്നുള്ളത് വല്ലാതെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. കാരണം 2005 NDA കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നിരുന്നതാണ്. അന്ന് NDA മുന്നണി അക്കൗണ്ട് തുറന്നു. ഇന്ന് NDA മുന്നണിക്ക് വീണ്ടും ഒരു സീറ്റ് ഉണ്ടായി. ഇന്ന് BJP അക്കൗണ്ട് തുറന്നു. അന്ന് PC തോമസ് ആണ് അക്കൗണ്ട് തുറന്നത് എന്നുള്ളതാണ്. PC തോമസ് അതിനെ തുടർന്ന് NDA ഗവൺമെൻറ്റിൽ മന്ത്രിയുമായി. ആ കാര്യത്തിലൊന്നും ഞങ്ങൾക്ക് പുതുമ തോന്നുന്നില്ല. അതിന് മുമ്പ് തന്നെ PC തോമസ് മന്ത്രിയാണ്. ഞങ്ങൾക്ക് അതിലൊരു പുതുമയൊന്നും തോന്നുന്നില്ല, ഭയപ്പെടുന്നില്ല. പക്ഷേ ഇടതുപക്ഷ ഭാഗത്ത് നിന്ന വോട്ടുകൾ BJPയിലേക്ക് പോകുന്നതാണ് അസ്വസ്ഥപ്പെടുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമാകുന്നത് തിരുവിതാംകൂറിൽ പ്രത്യേകിച്ചും തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലും ഇടതുപക്ഷ വോട്ടുകൾ, CPM വോട്ടുകൾ, പരമ്പരാഗതമായി CPMനെ പിന്തുണച്ച വോട്ടുകൾ പോയിരിക്കുന്നത് BJPയിലേക്കാണ്. എന്നാൽ മലബാറിലേക്ക് ചെല്ലുമ്പോൾ നല്ല കമ്മ്യൂണിസ്റ്റുകാർ പണ്ടേ ഉള്ള സ്ഥലം എന്നുള്ള നിലയിൽ മലബാറിൽ ആ ബഹുഭൂരിപക്ഷം വോട്ട് വന്നിട്ടുള്ളത് UDFനാണ് എന്നുള്ളത് സന്തോഷിപ്പിക്കുന്നതാണ്. അതിനെ തുടർന്ന് CPM എത്രത്തോളം ഗൗരവത്തിൽ ഇത് എടുത്തിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. CPMൻ്റെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. ജില്ലാ കമ്മിറ്റികളിൽ അതിരൂക്ഷമായ വിമർശനമുണ്ടാകുന്നു എന്നൊക്കെ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറിയായ സഖാവ് MV ഗോവിന്ദൻ്റെ ഓരോ പത്രസമ്മേളനത്തിൽ ഓരോ വ്യാഖ്യാനമാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് നൽകുന്നത്. എന്നാൽ ഞങ്ങളെ നിരാശപ്പെടുത്തുന്നത് ഇവിടെ ഒരു മതനിരപേക്ഷ സംവിധാനം എന്നുള്ള നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയപ്പെട്ടിരുന്നെങ്കിൽ പിണറായി വിജയൻ അതിന് ശേഷം 3 ദിവസം മുമ്പ് നടത്തിയ വിശകലനമാണ് വീണ്ടും നിരാശപ്പെടുത്തുന്നതെന്ന് മാത്രമല്ല ഭയാശങ്ക ഉളവാക്കുന്നത്. കാരണം അദ്ദേഹം ഇപ്പോഴും എന്താണ് പറഞ്ഞത്? വീണ്ടും അദ്ദേഹത്തിൻ്റെ ഓരോ വാചകവും ഒരു കമ്മ്യൂണൽ ആംഗിളിലല്ലേ. മിന്നുന്ന വിജയം കരസ്ഥമാക്കിയ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിജയം, അല്ലെങ്കിൽ എന്താ വാക്ക് ഉപയോഗിച്ചത്, മുഖം വികൃതമായിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ പോലെ രാജ്യത്ത് തന്നെ മുസ്ലിം സംഘടനകൾ, മുസ്ലിം ഭൂരിപക്ഷം അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയിൽ ഏറ്റവും മതേതര കാഴ്ചപ്പാടുള്ളൊരു സംഘടനയാണ് ലീഗ്. ഈ സന്ദർഭത്തിലും ലീഗിനെ അറ്റാക്ക് ചെയ്യാൻ പിണറായി വിജയൻ ശ്രമിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് ഉന്നം വെക്കുന്നത്? മാത്രമല്ല, രണ്ടാമത് കേരളത്തിൻ്റെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രിക്ക് പറയാൻ പറ്റുന്നതാണോ? തൃശ്ശൂരെ വിജയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞത് ക്രിസ്തീയ സമുദായം കേരളത്തിൽ BJPക്ക് വോട്ട് ചെയ്തിട്ടാണ്. RSP അങ്ങനെയല്ല വിലയിരുത്തിയത്. സുരേഷ് ഗോപി എന്ന വ്യക്തി, അദ്ദേഹം ഒരു സിനിമാ നടൻ, താരപരിവേഷത്തോടുകൂടി തൃശ്ശൂരെത്തി പരാജയപ്പെട്ടതിന് ശേഷവും 5 വർഷം അവിടെ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ചാരിറ്റി പ്രവർത്തനം അടക്കം കാര്യങ്ങൾ നടത്തി. അദ്ദേഹത്തിന് ഒരു സിമ്പതി ഉണ്ടായി. ആ സിമ്പതി എല്ലാ വിഭാഗങ്ങളിലെ വോട്ട് അദ്ദേഹത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതൊരൊറ്റപ്പെട്ട നിലയിലേക്ക് ഉള്ള ഒരു സംഭവമായിട്ട് മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ. പക്ഷേ ഇവിടെ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പ്രചരണം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പറയുമ്പോൾ
ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയി എന്ന് വ്യാപകമായി പോയി എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ബി ജെ പിയുടെ അജണ്ട നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമാണ്. ബി ജെ പി ആണ് അങ്ങനെ ഒരു ഇതായിട്ട് പോകുന്നത്. ഞങ്ങളിതിൽ അത്ഭുതമൊന്നും കാണുന്നില്ല. കാരണം ഇപ്പോൾ 2 കേന്ദ്ര സഹമന്ത്രിമാരുണ്ട്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്തും 2 പേരുണ്ടായിരുന്നു, 2 മലയാളികളുണ്ടായിരുന്നു. രാജീവ് ചന്ദ്രശേഖരും വി മുരളീധരനുമായിരുന്നു. നേരത്തെയും ഉണ്ടായിട്ടുണ്ട് മന്ത്രിമാർ. ഇവരെ കൊണ്ടൊന്നും സുരേഷ് ഗോപിയുടെ വാചകത്തിൽ തന്നെ ഇവരെ കൊണ്ടൊന്നും കേരളത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് സുരേഷ് ഗോപി തുറന്നു പറയുകയുണ്ടായി. അത് വസ്തുതയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അവരിലേക്ക് ആൾ പോകുന്നു. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി എന്നെ പറഞ്ഞത് എനിക്കൊരു 4-5 വകുപ്പിൽ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഉള്ള ഒരു കുറഞ്ഞത് അത് വേണം. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ പാവം സുരേഷിന് നമ്മുടെ സംവിധാനം അറിയില്ല അതെന്നുള്ളതുകൊണ്ടാണ്. പിന്നെ സുരേഷിന് അങ്ങനെ ഇടപെടണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രധാനമന്ത്രിക്ക് ഒരു മകളുണ്ടെങ്കിൽ മകളെ കല്യാണം കഴിച്ചാൽ അങ്ങനെ ഒരു മോഡലായിരിക്കുമല്ലോ മനസ്സിലുള്ളത്. കേരളത്തിൽ കാണുന്നത് പോലെ അങ്ങനെ വല്ല വകുപ്പുണ്ടോ? നിർഭാഗ്യവശാൽ പ്രധാനമന്ത്രിക്ക് മക്കളുമില്ല, നമ്മുടെ അറിവിൽ മക്കളുമില്ല. സുരേഷിനെ സംബന്ധിച്ചിടത്തോളം സന്തുഷ്ടമായ ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളാണ്. അതുകൊണ്ട് ആ നിലയിലേക്കുള്ള സാധ്യത ഞാൻ പറഞ്ഞു വന്നത്. പക്ഷേ 2 സഹമന്ത്രിമാർ കിട്ടിയത് കൊണ്ട് കേരളത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള വസ്തുത നിലനിൽക്കെ എന്തിനാണ് ബി ജെ പി പ്രചരണം നടത്താൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം ഒരു ജോർജ് കുര്യനെ കൂടെ മന്ത്രിയായിക്കൊണ്ട് ഇവിടെ ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്തതുകൊണ്ട്, ക്രിസ്തീയ വിഭാഗം വോട്ട് ചെയ്തതുകൊണ്ട് ഒരു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നൊരു മന്ത്രിയെ തന്നിരിക്കുന്നു എന്ന് അവർ പ്രചരണം നടത്തുന്നത് അടിസ്ഥാനരഹിതമാണെങ്കിലും അതേ വാചകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. അതാണ് ആപൽക്കരമായ രാഷ്ട്രീയം. മുഖ്യമന്ത്രി പഠിക്കുന്നില്ല, പാഠം പഠിക്കത്തില്ല. ഈ പ്രായത്തിൽ പഠിക്കുമെന്ന് ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല. ഇന്നലെ സജി ചെറിയാൻ എന്ന മന്ത്രി മുതലപ്പൊഴിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ മനുഷ്യസഹജമായി എല്ലാം ചെയ്തു. അന്നേരം എനിക്ക് തോന്നിയത് മനുഷ്യസഹജമായി ഒന്നേ ചെയ്യാനുള്ളൂ. മുതലപ്പൊഴി മാത്രമല്ല, കേരളത്തെ രക്ഷിക്കണമെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കുക എന്നുള്ളത്, അത് ഒഴിഞ്ഞു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മനുഷ്യസഹജമായി ചെയ്യാൻ ഒക്കുന്നത്. അതുകൊണ്ട് ഈ പശ്ചാത്തലം വിലയിരുത്തിക്കൊണ്ട് RSPയുടെ അസന്നിഗ്ധമായ അഭിപ്രായം, ഇന്നൊരു സംഭവം നടന്ന ദിവസമാണ് തിരുവനന്തപുരത്ത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സപ്ലൈകോടെ 50ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത ദിവസമായിരുന്നല്ലോ അല്ലേ? 1974 അച്യുതമേനോൻ മന്ത്രിസഭയിൽ ഔക്കാദർ കുട്ടി നഹ, CPIയുടെ മുഖ്യമന്ത്രിയുടെ ഇതിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രിയായ ഔക്കാദർ കുട്ടി നഹയാണ് സപ്ലൈകോ തുടങ്ങിയത്. 50 വർഷം കഴിയുമ്പോൾ ഇന്ന് പിണറായി വിജയൻ അന്ന് ഉദ്ഘാടനം നടത്തിയെങ്കിൽ ഇന്ന് സപ്ലൈകോയുടെ സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനമാണ് പിണറായി വിജയൻ നടത്തിയത്. കാരണം സപ്ലൈകോ കൊണ്ട് നാട്ടുകാർക്ക് ഒരു ഗുണവുമില്ല, അതിനകത്തൊരു സാധനവുമില്ല. അതായത് ഈ പശ്ചാത്തലത്തിൽ ഈ മാറ്റവും കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് നഷ്ടപ്പെടുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് CPI ഒരു നിലപാടെടുക്കാൻ സമയമായിരിക്കുന്നു എന്നാണ് RSPയുടെ അഭിപ്രായം. CPIക്ക് ഇടതുപക്ഷ മൂല്യങ്ങൾ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ ഇന്നും അവർ നിലയുറപ്പിച്ച് നിൽക്കുന്നെങ്കിൽ CPI ആ മുന്നണിയിൽ നിന്ന് പുറത്തു വരണം. കാരണം ഇന്ന് ഒരു ഇടതുപക്ഷ നയവും ഒരു ഇടതുപക്ഷ സമീപനവും ഇന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്റില്ല. ഞാൻ ഈ ചൂണ്ടിക്കാണിച്ചതടക്കമുള്ള വെറും BJPയുടെ അജണ്ട നടപ്പിലാക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമായി പോകുന്ന ഈ പിണറായി വിജയൻ കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ അന്ധകനായി മാറുമെന്ന് ഭയം ഞങ്ങൾക്കുണ്ട്. അതേ ചിന്ത CPIക്ക് ഉണ്ടാകണം. CPIയുടെ സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവർ കേരളത്തിൻ്റെ ഇടതുപക്ഷ മനസ്സ് സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും അവർ ആ മുന്നണിയിൽ നിന്ന് പുറത്തു വന്ന് ഇന്ത്യ മുന്നണിയുടെ ബാക്കി പൂർണ്ണമായി കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPI മാറണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.